മുസാഫിറിന്റെ ഫേസിന് ഓൾറെഡി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട് ഓഡിയൻസിനിടയിൽ. മുസാഫിർ വെറുതെ ഒരു കാര്യം വന്ന് പറയില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഏതൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക മുസാഫിറിൻ്റെ പേരായിരിക്കും. കാരണം അതിലെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ്. കാരണം മുസാഫിർ എൻ്റെ ഏതൊക്കെ ബ്രാൻഡിന് വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, നിന്റെ കണ്ടന്റിൽ ഭയങ്കര ഡെപ്താണ്, ഒരു ജീവനാണ്. എനിക്കതിൽ തോന്നിയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരു പ്രോഡക്റ്റോ സർവീസോ പരിചയപ്പെടുത്തുന്നയാൾക്ക് സെയിൽസ് അറിഞ്ഞിരിക്കണം. സെയിൽസിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധം വേണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10 വർഷത്തെ ഇവിടത്തെയും UAE-യിലുള്ളൊരു സെയിൽസ് എക്സ്പീരിയൻസ് അതിന് ഗുണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഞാൻ റേഡിയോയിൽ സംസാരിക്കുകയാണ്. റേഡിയോയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറയണം. അപ്പോൾ ആ ഒരു സ്കില്ലും എനിക്കുണ്ട്. മൂന്നാമത്തത്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വന്ന പല കാര്യങ്ങൾ കൊണ്ട് ഓഡിയൻസിനിടയിൽ എനിക്കുണ്ടായ ഒരു ക്രെഡിബിലിറ്റിയും ട്രസ്റ്റുമാണ്. തീർച്ചയായിട്ടും